പിന്നെ ലൈഫ് ഇൻഷുറൻസ് ബാക്കിയുള്ള എല്ലാ ഇൻഷുറും പറ്റും, ലൈഫ് ഇൻഷുറൻസ് പറ്റൂല എന്ന ഒരു വാദമാണ് ചില ആളുകളെങ്കിലും ഉയർത്തുന്നത്. അതും ശരിയായ നിലപാടല്ല. ഒരു മനുഷ്യൻ, ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു കുടുംബനാഥ എന്നുള്ളത് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെടും തൂണാണ്, നട്ടെല്ലാണ്. അയാൾ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന് വലിയ ബാധ്യതകളുണ്ടായിത്തീരും. ആ ബാധ്യതകൾ, ആ നഷ്ടം നികത്തുന്നതിന് ഇൻഷുർ കമ്പനി സഹായിക്കലാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതന്നെയല്ലേ മറ്റൊരർത്ഥത്തിൽ ഗവൺമെൻറ് ജോലിക്കാരനായ ഒരാൾ മരിക്കുമ്പോൾ ആശ്രിതർക്ക് ജോലി നൽകുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് പെൻഷൻ വാങ്ങുന്ന ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് ആ പെൻഷൻ്റെ ഒരു ഭാഗം ലഭിക്കുന്നത്. ഇതൊക്കെ ഇൻഷുറൻസിൻ്റെ മറ്റൊരു ഭാഗമാണ്, മറ്റൊരു രീതിയാണ്. ഇത് സ്വീകരിക്കാമെങ്കിൽ അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇൻഷുറൻസ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. അതേ രീതിയാണ്. അത് രണ്ടും ഒന്നാണ്. ഒരു മനുഷ്യൻ, ഒരു കുടുംബത്തിൻ്റെ വലിയ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന കുടുംബനാഥൻ ആ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ്, ആ കുടുംബത്തിൻ്റെ നെടും തൂണാണ്. അയാളാണ് പെട്ടെന്നൊരു ദിവസം മരിച്ചു പോകുന്നത്. അപ്പോൾ ആ കുടുംബത്തിന് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ചെറിയ രീതിയിൽ ഇവരെ സഹായിക്കാൻ, നഷ്ടത്തിന് ചെറിയൊരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസും മറ്റ് ഇൻഷുറൻസ് പോലെ തന്നെയാണ്. ലൈഫ് ഇൻഷുറൻസ് പടച്ചോൻ്റെ കയ്യിലല്ലേ ലൈഫുള്ളത്? ഇങ്ങനെയൊക്കെയാണ് ചോദ്യം. ഇവിടെ പടച്ചോൻ്റെ കയ്യിലുള്ള ലൈഫ് നീട്ടിക്കിട്ടാനോ അല്ലെങ്കിൽ അതിനെ മറ്റേതെങ്കിലും തരത്തിൽ ചെയ്യാനോ ഒന്നുമല്ല. മറിച്ച് ഇവിടെ ഭൗതികമായി ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളിൽ എത്രത്തോളം അയാളെ സഹായിക്കാൻ കഴിയുമെന്ന സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് ഏത് തരം ഇൻഷുറൻസും അതിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഇൻഷുർ ചെയ്യുന്നത് ഹറാമല്ല, അത് തെറ്റായൊരു കാര്യമല്ല, അത് ഖുർആനിന് വിരുദ്ധമല്ല, അത് പലിശയല്ല, അത് അനുവദനീയമാണ്. ഈ പറഞ്ഞതിനർത്ഥം ഇൻഷുർ ചെയ്തേ ഒരാൾ ജീവിക്കാവൂ, ഇൻഷുർ ചെയ്യൽ നിർബന്ധമാണ് എന്നൊന്നുമല്ല. മറിച്ച് ഇൻഷുറുമായി ബന്ധപ്പെടുന്നത് ഒരു തരം കുറ്റബോധത്തോടെ ആയിപ്പോകുന്നു എന്നുള്ളത്. ഇത് ഒരു മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള അവൻ്റെ ആത്മവിശ്വാസത്തെ, ആത്മധൈര്യത്തെയൊക്കെ ബാധിക്കുന്നൊരു സംഗതിയാണ്. കുറ്റകരമായ ഒരു സംഗതിയുമായി വളരെ പ്രയാസപൂർണമായ മനോഭാവത്തോടെ ബന്ധപ്പെടുന്നു, അത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരാളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് കുറ്റമല്ല, ഇത് തെറ്റല്ല, ഇത് ഹറാമായൊരു സംഗതിയല്ല. അങ്ങനെ ഏർപ്പെടേണ്ടി വരുന്നവർക്ക് തീർച്ചയായും ആത്മധൈര്യത്തോടെ അള്ളാഹു അനുവദിച്ചതാണ് എന്ന ബോധത്തോടു കൂടി തന്നെ അത് ചെയ്യുന്നതിനും അതിൽ ഏർപ്പെടുന്നതിനും ഒരു മടിയും ഉണ്ടാകേണ്ടതില്ല. ഇത് പലിശയുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു കാരണവും ഇൻഷുറൻസിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.